بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഅദിയത്തുൽ അമാനാത്തി, അമാനത്തുകൾ നിർവഹിക്കുക, നിറവേറ്റുക എന്നൊരു ശീർഷകത്തിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള എല്ലാ അമാനത്തുകളും നിറവേറ്റുന്ന വിജയികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളായിത്തീരുന്ന വിജയികളായ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ 5 യോഗ്യതകളിൽ അതിപ്രധാനമായ ഒരു യോഗ്യതയായിട്ട് പറയുന്നത് അവർ അമാനത്തുകൾ നിറവേറ്റുന്നതിലും കരാറുകൾ പാലിക്കുന്നതിലും വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുമെന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയികൾ തന്നെയാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ കൃത്യമായി നിസ്കരിക്കുകയും ആ നിസ്കാരത്തിൽ പരമാവധി ഭക്തി പുലർത്തുകയും ചെയ്യുന്നവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ എല്ലാ സംസാരങ്ങളെ തൊട്ടും പ്രവൃത്തികളെ തൊട്ടും അവർ പിന്തിരിയുന്നവരാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് നിർവഹിച്ചുകൊണ്ട് സാമ്പത്തിക ശുദ്ധിയുള്ളവരായി. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിക്കാതെ ലൈംഗിക ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവരുടെ അമാനത്തുകൾ വീടുന്നതിലും കരാറുകൾ പാലിക്കുന്നതിലും അവർ നല്ല ശ്രദ്ധാലുക്കളായിരിക്കും. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഈ യോഗ്യതകൾ ഉള്ളവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലെ അത്യുന്നത പദവിയാകുന്ന സ്ഥാനമാകുന്ന ഫിർദൗസിനെ നേടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സ്വർഗാവകാശികളാകുന്ന വിജയികളെ സംബന്ധിച്ച് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അല്ലാഹു തആല പറയുന്നത്, യോഗ്യതയായിട്ട് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അമാനത്തുകൾ നിറവേറ്റുന്നവരാകണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് വിജയികളാകാൻ കഴിയുന്നത് എന്ന്. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമാനത്ത്? അല്ലാഹുവും റസൂലും സമൂഹവും വ്യക്തികളും ഒരാളിൽ അർപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അമാനത്താണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക എല്ലാവരും. നാം വിചാരിച്ചിരിക്കുന്നത് ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയോ നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയോ ആരോടെങ്കിലും സാമ്പത്തികമായി കടം നാം വാങ്ങുകയോ അല്ലെങ്കിൽ നാം കടം കൊടുക്കുകയോ ഇത്യാദിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അമാനത്ത് എന്ന് നാം തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്ന ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമാനത്ത്. അതവൻ്റെ വിശ്വാസത്തിൽ വരും, അവൻ്റെ കർമ്മത്തിൽ വരും. അതുമാത്രമല്ല, അള്ളാഹുവിനോടുള്ള കടമകളിലും റസൂലിനോടുള്ള കടമകളിലും വരും. സൃഷ്ടികളോടുള്ള, സമൂഹത്തിനോടുള്ള, കുടുംബത്തിനോടുള്ള, വ്യക്തികളോടുള്ള കാര്യങ്ങളിലും ഈ അമാനത്ത് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, എന്തിനേറെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളോടും നമുക്ക് അമാനത്ത് ഉണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പല യോഗ്യതകളും നമുക്കുണ്ടെങ്കിലും അമാനത്ത് നിറവേറുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത നമുക്കില്ല എങ്കിൽ നാം അമ്പെ പരാജയപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ഭരണ കൃത്യ നിർവഹണ ജീവിതത്തിൽ ഒരു മനുഷ്യനില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാനില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈമാൻ ഉണ്ടാകണമോ? ഈമാൻ ഉണ്ടാകണമെങ്കിൽ ആ ഈമാനുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മേൽ വരുന്നൊരു ഉത്തരവാദിത്തമാണ് അമാനത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തുടരുന്നു, വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. ചെയ്തിട്ടുള്ള കരാറുകൾ നിറവേറ്റുന്നില്ല എങ്കിൽ അവന് ദീനില്ല എന്ന്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീനുമായിട്ട്, വിശ്വാസവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള കാര്യമാണ് അമാനത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ സകല പ്രവാചകന്മാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർബന്ധമാക്കിയ ഒരു ക്വാളിഫിക്കേഷനായിരുന്നു അമാനത്ത് എന്നുള്ളത്. അമാനത്ത് എന്നുള്ളത് വാജിബായ സിഫത്തായിട്ടാണ് വിശ്വാസ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രവാചകന്മാരോട് ചേർത്തുകൊണ്ട് നാം പഠിക്കുന്നത്. മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ദൗത്യ നിർവഹണത്തിൽ, അവരുടെ പ്രബോധന കാര്യത്തിൽ, അവരുടെ ഉത്തരവാദിത്തത്തിൽ അവർ വലിയ അമാനത്തുള്ളവരായിരുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പല പ്രവാചകന്മാരുടെയും സംഭവ ചരിത്രങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അവരൊക്കെയും അവരുടെ ജനതയോട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഞങ്ങളൊക്കെയും അമാനത്തുള്ളവരാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ അമാനത്ത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മക്കയിലെ മുഴുവൻ ജനങ്ങളും, ശത്രുക്കളും, മിത്രങ്ങളും, കുടുംബക്കാരും കുടുംബക്കാരല്ലാത്തവരും, നാട്ടുകാരും അന്യദേശക്കാരും ആരൊക്കെയാണോ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ആ പ്രവാചകനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് അമാനത്തുള്ള ആൾ എന്നാണ്, അഥവാ അൽ അമീൻ എന്നാണ്. അമാനത്തുള്ളപ്പോഴാണ് അമീനായി മാറുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഈ വിശേഷണമുണ്ടായിരുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, അന്നദ്ദു ഇബാദല്ലാഹ് ഇന്നി ലക്കും റസൂലുൻ അമീൻ. അല്ലയോ അല്ലാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റുക. തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായിരിക്കുന്നത് അമാനത്തുള്ള വിശ്വസ്തനായ ഒരു പ്രവാചകനായിട്ടാണ് എന്ന്. ഇന്നി ലക്കും നാസിഹുൻ അമീൻ. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് അമീനായ, വിശ്വസ്തനായ, അമാനത്തുള്ള ഒരു നാസിഹാണ്, ഒരു ഗുണകാംക്ഷിയാണ് എന്ന്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ഈ ഉയർന്ന ഗുണമായിരുന്ന, നിർബന്ധമായിരുന്ന ഈ അമാനത്ത് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോടും കൽപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അന്തു അദ്ദുൽ അമാനാത്തി, നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ നിറവേറ്റണമെന്ന്. ഇലാഹിലിഹാ, അതാരുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരോടൊക്കെയും നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ നിറവേറ്റണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും നമ്മളുടെ അമാനത്തുകൾ നിറവേറ്റണം. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമാനത്തുകൾ? ആദ്യമായി പടച്ച തമ്പുരാനോടുള്ള നമ്മളുടെ കടമകളും ബാധ്യതകളുമാണ് അമാനത്ത്. അത് വിശ്വാസ രൂപത്തിലും കർമ്മരൂപത്തിലും ഉണ്ടാകും. പടച്ച തമ്പുരാനിൽ അചഞ്ചലമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസരംഗത്തുള്ള അമാനത്ത് നമ്മൾ നിറവേറ്റിയവരായി. പടച്ച തമ്പുരാനുമായിട്ടുള്ള എല്ലാവിധ കർമ്മങ്ങളും ബാധ്യതകളും നാം നിർവഹിക്കുമ്പോൾ പടച്ച തമ്പുരാനുള്ള അമാനത്തുകൾ നമ്മൾ നിറവേറ്റിയവരായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അമാനത്തുകൾ നമ്മൾ നിറവേറ്റേണ്ടവരാണ്. നബിയെ സ്നേഹിക്കുക, നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന
ദീൻ പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുള്ള അമാനത്തുകളാണ്. ഇങ്ങനെയുള്ള അമാനത്തുകൾ അള്ളാഹുവിനോടും റസൂലിനോടും നമ്മൾ നിറവേറ്റണം. നിറവേറ്റിയില്ലെങ്കിലോ നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചനയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിവും ബോധവും ഉള്ളവരാണ് എന്നിരിക്കെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റാതെ അവനോട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. റസൂലിനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റാതെ റസൂലിനോട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരോട് നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ നിറവേറ്റാതെ അവരോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അമാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് ഖിയാനത്ത്. ആ ഖിയാനത്തുണ്ടാകുന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ പാപികളായി മാറുകയാണ്. പരലോകത്ത് നമ്മൾ പരാജയപ്പെടുന്നവരായി തീരുകയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ അമാനത്തുകൾ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നാം നിർവഹിക്കുന്നുണ്ടോ, നിറവേറ്റുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തണം. വലിയ ഗൗരവമുള്ള കാര്യമാണ് അമാനത്ത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇത്യാദി ഇബാദത്തുകളിൽ അമാനത്ത് അള്ളാഹുവുമായിട്ടാണ് നമുക്കുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ഈ മേഖലകളിലെല്ലാം നമുക്ക് അമാനത്തുകൾ ഉള്ളത് വ്യക്തികളോടും സമൂഹത്തോടും ഒക്കെയാണ്. ആ എല്ലാവിധ അമാനത്തുകളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും അത് നിർവഹിക്കുമ്പോഴാണ് നമുക്ക് വിജയികളാകാൻ കഴിയുന്നത്. പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിൽ ഈ അമാനത്ത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തെന്ന്? ഇന്നാ അറളിനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂലാ. ഇന്നാ അറളിനൽ അമാനത, തീർച്ചയായും അമാനത്തിനെ നാം വെളിപ്പെടുത്തുകയുണ്ടായി. അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ, വലിയ വലിയ സൃഷ്ടികളാകുന്ന ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ, അതിനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർ ആ അമാനത്ത് നിർവഹിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പടപ്പുകളോടുള്ള ഭാഷയിൽ അല്ലാഹു അവർക്ക് നിർദ്ദേശം നൽകിയപ്പോൾ ഫഅബൈന അൻ യഹ്മിൽനഹാ, അതിനെ ഏറ്റെടുക്കുന്നതിനെ തൊട്ട് ഈ വലിയ പടപ്പുകളൊക്കെയും വിസമ്മതിക്കുകയാണ് ചെയ്തത്. വഅഷ്ഫഖന മിൻഹാ, പേടിച്ചു ഭയന്ന് അതിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്തത്. എന്നാൽ വഹമലഹൽ ഇൻസാൻ, മനുഷ്യരാകുന്ന അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ മുമ്പിൽ ആ അമാനത്തിനെ അള്ളാഹു ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അമാനത്തിനെ ഏറ്റെടുത്തവരാണ് മനുഷ്യർ തന്നെയാണ് അതിന് യോഗ്യതയുള്ളവരും. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ അമാനത്തിനെ ഏറ്റെടുത്തവർ ആ അമാനത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എങ്കിൽ ഇന്നഹു കാന സലൂമൻ ജഹൂലാ, അവൻ തികഞ്ഞ അവിവേകിയും അക്രമകാരിയുമാണെന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓരോരുത്തരുടെയും അമാനത്തുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അത് നിർവഹിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൽയുഅദ്ദില്ലദി ഉത്മിന അമാനതഹു വൽയത്തഖില്ലാഹ റബ്ബാ. ഫൽയുഅദ്ദില്ലദി ഉത്മിന അമാനതഹു, ഓരോരുത്തരുടെയും അമാനത്തുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അത് നിറവേറ്റണം, നിർവഹിക്കണം. വൽയത്തഖില്ലാഹ റബ്ബഹു, അതോടൊപ്പം റബ്ബിനെ തഖ്വ ചെയ്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എന്താണ് അമാനത്തുകൾ എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ്, ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അമാനത്തിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ പരിഗണിക്കാതെ, അതിന് വേണ്ടുന്ന രീതിയിൽ നിറവേറ്റാതെ നിർവഹിക്കാതെ ആലസ്യത്തോടുകൂടി വീഴ്ച വരുത്തുന്ന ഒരു സമൂഹമായിരിക്കും മുസ്ലിം സമൂഹമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം നടത്തിയിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുസ്ലിമും ബുഖാരിയും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരാറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. ഒരാറാബിയായ മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും സവിധത്തിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്ന മാത്രയിൽ തന്നെ അദ്ദേഹം ഔപചാരിക മര്യാദകളൊന്നും പാലിക്കാതെ അറാബിയായ മനുഷ്യനാണ്, വധുക്കളിൽപ്പെട്ട ആളാണ്, ഗ്രാമീണനായ അറാബിയാണ്, കൂടുതൽ സംസ്കാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ അന്ത്യദിനം എന്ന് ആ അറാബിയായ മനുഷ്യൻ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറയാതെ ഫഖലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസു, നബി തങ്ങൾ സഹാബത്തിന് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ഗൗരവമായ എന്തോ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ ഗ്രാമീണനായ മനുഷ്യന്റെ കടന്നുവരവും അദ്ദേഹത്തിന്റെ ചോദ്യവും. ആ ചോദ്യത്തിന് നബി തങ്ങൾ മറുപടി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അധ്യാപന നിർവഹണത്തിൽ വ്യാപൃതനായി. ഫഖാല ബഅദുൽ ഖൗമി, അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ചില സഹാബാക്കൾ പറഞ്ഞു, സമിഅ മാ ഖാല ഫകരിഹ മാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ മറുപടി പറയാഞ്ഞത് എന്ന്. വഖാല ബഅദുഹും, വേറെ ചിലർ പറഞ്ഞു, ലം യസ്മഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു കാണുകയില്ല, അതുകൊണ്ടായിരിക്കും മറുപടി പറയാഞ്ഞത് എന്ന്. ഹത്താ ഇദാ ഖലാ ഹദീസഹു, ഇങ്ങനെ സഹാബത്തിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ നടത്തിക്കൊണ്ടിരുന്ന അതീവ ഗൗരവമുള്ള ആ അധ്യാപനം പൂർത്തിയാക്കിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന ഉറാഹു, അല്പം മുമ്പ് അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യവുമായി കടന്നു വന്ന ആഗതൻ എന്തിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി. നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാഞ്ഞതുകൊണ്ടല്ല, നബി തങ്ങൾക്ക് നീരസമുള്ളത് കൊണ്ടുമല്ല, നേരെ മറിച്ച് ആ മനുഷ്യൻ്റെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടൽ നടത്തുകയാണ്. നബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വിഷയം ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ നബി തങ്ങൾ ആ പറഞ്ഞ പോയിന്റുകൾ പറഞ്ഞു പൂർത്തിയാക്കിയതിന് ശേഷം ചോദിച്ചു, ആ ആഗതനായ മനുഷ്യൻ എന്തിയെ എന്ന്. ആ സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഇവിടെ ഉണ്ട് നബിയേ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ളുയ്യിഅത്തിൽ അമാനത്തു ഫന്തളിരിസ് സാഅ, ഓരോരുത്തർക്കുമുള്ള അമാനത്തുകൾ നിറവേറ്റുന്നതിൽ എപ്പോഴാണോ വീഴ്ച സംഭവിക്കുന്നത്, ആ വീഴ്ചയുണ്ടാകുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഈ ഹദീസ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതവുമായി നാം ഓരോരുത്തരും നമ്മുടെ അമാനത്തുകൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരോടും ആത്മകഥം ചെയ്യണം. സ്വന്തമായിട്ട് നമ്മുടെ ആത്മാവിനോട് ചോദിക്കണം, നമ്മുടെ ശരീരത്തിനോട് ചോദിക്കണം, നമ്മുടെ അമാനത്തുകൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന്. അള്ളാഹുവുമായിട്ടുള്ള അമാനത്തുകൾ, നിസ്കാരം, അതുപോലെയുള്ള ഇബാദത്തുകൾ എല്ലാം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ അമാനത്തുകളാണ്. എത്ര പേരാണ് സമുദായത്തിൽ അത് നിർവഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ലത്തിൽ 500 പേരുണ്ട് എങ്കിൽ ആ 500 പേര് അള്ളാഹുവുമായിട്ടുള്ള അവരുടെ അമാനത്തുകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ? ഇല്ല എന്നായിരിക്കും ആൻസർ. 500 പോയിട്ട് 50 പേര് പോലും കൃത്യമായിട്ട് അമാനത്തുകൾ നിറവേറ്റുന്നവർ ഉണ്ടായിരിക്കുകയില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട അമാനത്താണ് അത് എങ്കിൽ നമ്മുടെ ശരീരവുമായിട്ട്, നമ്മുടെ ഓരോ അവയവങ്ങളുമായിട്ട് നമുക്ക് അമാനത്തുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. തെറ്റുകളിൽ നിന്നും നമ്മുടെ അവയവങ്ങളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമ്മുടെ അവയവങ്ങളോടുള്ള നമ്മുടെ അമാനത്താണ് എന്ന പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ കണ്ണിൻ്റെ അമാനത്ത് നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കാതിൻ്റെ അമാനത്ത് നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കരങ്ങളുടെയും കാലുകളുടെയും അമാനത്ത് നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങളുടെയും അമാനത്തുകൾ നമുക്ക് നിറവേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ അമാനത്തുകൾ നിറവേറ്റുന്നവരായിരുന്നു പൂർണ്ണാർത്ഥത്തിൽ മുൻഗാമികളായ ആൾക്കാർ, സഹാബിവര്യന്മാർ. അവരൊക്കെയും അവരുടെ ഓരോ അവയവങ്ങളുടെയും അമാനത്തുകൾ നിറവേറ്റുന്ന വിഷയത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ പോലും പങ്കെടുക്കുന്നതിന് തയ്യാറാകാതെ മലവാരങ്ങളിലേക്കും മലമടുക്കുകളിലേക്കും ഓടി ഒളിക്കുന്നവരായിരുന്നു എന്ന് സഹാബത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് അമാനത്തെന്ന് പറഞ്ഞാൽ വളരെ ചില കാര്യങ്ങളിൽ മാത്രമുള്ളതല്ല, നേരെ മറിച്ച് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലെയും ചൂഴ്ന്നു നിൽക്കുന്ന പടച്ചതമ്പുരാനുമായിട്ടും പടപ്പുകളുമായിട്ടും ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് അമാനത്ത് എന്നുള്ളത്. അത് നമ്മൾ നിറവേറ്റുമ്പോഴാണ് നാളെ വിജയികളായിട്ട് അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ, കോടതിയിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്നത്. അല്ലദീന ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഓരോ മനുഷ്യരുടെയും അമാനത്തുകൾ, ഓരോ മനുഷ്യരും ചെയ്തിട്ടുള്ള കരാറുകൾ അത് പാലിക്കുകയും നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വിജയികളായിട്ട് അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ, കോടതിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പടച്ചവനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ശരീരത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓരോരുത്തരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മൾ ആശ്രിതരായിട്ട് ആരെല്ലാം നമ്മോടൊപ്പമുണ്ടോ അവരെക്കുറിച്ചെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് നാളെ പടച്ച തമ്പുരാന്റെ സമക്ഷത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു കുടുംബജീവിതത്തിലുള്ള നിഖില മേഖലകളെയും നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിക്കൊണ്ട് നമ്മളോട് ചോദിക്കും. നമ്മുടെ ഭാര്യമാരോട് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ അമാനത്തുകൾ, ബാധ്യതകൾ നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് പാർപ്പിട സൗകര്യം കൊടുക്കുക, അവരുടെ സംരക്ഷണം പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കുക. അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പോലും നമ്മൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് നാളെ പടച്ച തമ്പുരാൻ നമ്മളോട് ചോദ്യം ചെയ്യും. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹൗലാ റളിയല്ലാഹു അൻഹാ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് വരികയാണ്. എന്നും അണിഞ്ഞൊരുങ്ങി വരുന്ന, എന്നും നല്ല സൗന്ദര്യത്തോടു കൂടി വരുന്ന ഈ ഹൗലാ റളിയല്ലാഹു അൻഹ അന്നൊരിക്കല് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാതെ, അണിഞ്ഞൊരുങ്ങാതെ വരുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ ഹൗല ഇപ്പം ഇങ്ങനെയൊക്കെ ആയി പോയത്? നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നല്ല അണിഞ്ഞൊരുങ്ങി സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള ഒരു പെണ്ണായിരുന്നല്ലോ, എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ ഹൗല റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാ ഹമലക്കി അലാ ദാലിക, എന്താണ് നിന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഫതറക്തു ദാലിക, ഞാൻ അതിനെല്ലാം ഉപേക്ഷിക്കാൻ കാരണം യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ മാതാവായ പ്രിയപ്പെട്ടവരെ, ഇന്ന ഉസ്മാന, തീർച്ചയായും എൻ്റെ ഭർത്താവാകുന്ന ഉസ്മാൻ ലാ യുരീദു ദുനിയാ വലാ യുരീദു നിസാ, ഇപ്പോൾ അദ്ദേഹത്തിന് ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല, ഭാര്യമാരുമായിട്ടുള്ള ഒരു ബാധ്യതകളും നിറവേറ്റുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ തികച്ച സൂഫിയായി മാറി. ഏറ്റവും വലിയ തസവ്വുഫും ഏറ്റവും വലിയ അള്ളാഹുവിൽ നിന്നുള്ള മഹബ്ബത്തും ലഭിക്കുന്നത് ഈ മേഖലകളിൽ നിന്നും പൂർണ്ണമായും ബന്ധം മാറി അങ്ങ് തികച്ചും സൂഫിയായി ജീവിക്കുന്നതാണ്
എന്ന ഒരു രീതിയിലേക്ക് എൻ്റെ ഭർത്താവ് മാറിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകാശയം. അഥവാ ഞാനുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധ ചെലുത്തുന്നില്ല. കുടുംബജീവിതത്തിൽ പോലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നാണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് ആൻസറായിട്ട് ഹൗല ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികളുമൊക്കെ ചിരിച്ചു എന്നാണ് ഹദീസിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ഹൗല അവിടെ നിന്ന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ടായ സംഭവം പറഞ്ഞു. ഹൗല റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാകുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ ജീവിത രീതിയും അദ്ദേഹത്തിന്റെ സൂഫിസവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ തൻ്റെ സവിധത്തിലേക്ക് ഹാജരാകാൻ കൽപ്പന നൽകുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല എങ്കിൽ, വീഴ്ച വന്നു പോയി കഴിഞ്ഞാൽ അത് വലിയ കുറവായിട്ട് നാളെ പടച്ച തമ്പുരാൻ്റെ സമക്ഷത്തിൽ ചെല്ലുമ്പോൾ, വിചാരണയ്ക്ക് വിധേയനാകുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും പരാജയം സംഭവിച്ചു പോവുകയും ഒരു പക്ഷേ നരകത്തിലേക്കായി പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്സാരമായി കണ്ടില്ല. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ സന്ദർഭത്തിൽ തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സവിധത്തിലേക്ക് വരാൻ പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഔപചാരിക മര്യാദകളെല്ലാം കാണിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൈക്കോളജിക്കലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുകയാണ്. ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അനുഉമിനു ബിമാ നുഅ്മിനു ബിഹി, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയാണോ ഉസ്മാനെ നീയും വിശ്വസിക്കുന്നത്? നമ്മുടെ ദീൻ തന്നെയാണോ നീയും ദീനായി ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ചോദ്യം. ചോദ്യത്തിന് മറുപടിയായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ വിശദീകരിക്കാനൊന്നും നിന്നില്ല. കാരണം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ അത്രത്തോളം ആശയഗംഭീരമുള്ള വാക്കുകളാണ്. ഓരോ സന്ദർഭവും മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗുണകാംക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന ലിബദനിക അലൈക ഹഖ വ ഇന്ന ലിറബ്ബിക അലൈക ഹഖ വ ഇന്ന ലിഅഹ്ലിക അലൈക ഹഖ. പ്രിയപ്പെട്ട ഉസ്മാൻ, നിനക്ക് നിന്റെ റബ്ബിനോട് ഒരുപാട് അമാനത്തുകൾ ഉണ്ട്. നിനക്ക് നിന്റെ കുടുംബത്തിനോട് ഒരുപാട് അമാനത്തുകളുണ്ട്. നിനക്ക് നിന്റെ ശരീരത്തിനോട് ഒരുപാട് അമാനത്തുകളുണ്ട്. ആ അമാനത്തുകളൊക്കെയും വീടുമ്പോഴാണ് നിനക്ക് വിജയിയായ ഒരു മുഅ്മിനായിട്ട് മാറാൻ കഴിയുന്നത്. അതുകൊണ്ട് നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം, നിന്റെ ദുനിയാവുമായിട്ടുള്ള ബന്ധം നീ മെച്ചപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ ആകസാരം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആലോചിച്ച് നോക്ക്. നമ്മുടെ ഭാര്യമാരുമായിട്ടുള്ള നമ്മുടെ എല്ലാവിധമായ ബന്ധങ്ങളും നമ്മൾ പൂർത്തീകരിച്ചവരാണോ? നമ്മുടെ മക്കളുമായിട്ട്, നമ്മുടെ കുടുംബവുമായിട്ട്, അങ്ങനെ ഓരോ ബന്ധങ്ങളും പൂർത്തീകരിക്കുമ്പോഴാണ് അമാനത്ത് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നിറവേറ്റാൻ കഴിയുന്നത്. നമ്മുടെ ഔദ്യോഗിക മേഖലകൾ എടുക്കാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്. അല്ലാത്ത സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സാധാരണയുള്ള ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ തൊഴിൽ മേഖലകളിലൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ടും നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുവിധ ഖിയാനത്തും വഞ്ചനയുമില്ലാതെ ഗൾഫിൽ പോയിട്ടുള്ള പല സഹോദരന്മാരും പെട്ടെന്ന് തന്നെ പണക്കാരായിക്കൊണ്ട് നാട്ടിൽ വലിയ സമ്പന്നരായി മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ? ഉത്തരവാദിത്വത്തോടുകൂടി അവിടെയുള്ള പല സ്ഥാപനങ്ങളും ഏൽപ്പിക്കും, പക്ഷേ വഞ്ചന നടത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഏറ്റവും വലിയ അമാനത്തിലുള്ള വീഴ്ചയാണ്. ഇങ്ങനെ അങ്ങോട്ട് ഓരോന്നും എണ്ണുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാമൂഹികമായിട്ട്, രാഷ്ട്രീയ മേഖലകളിൽ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ചിടത്തോളം മഹല്ലത്തുമായി ബന്ധപ്പെട്ട് എത്ര ഉത്തരവാദിത്തങ്ങളിലാണ് നമ്മൾ വീഴ്ച വരുത്തിയിരിക്കുന്നത്.